നമ്മൾ കഴിക്കുന്ന പല ഹെൽത്തി ഭക്ഷണങ്ങളിലും കലോറി കൂടുതലാണ്, അല്ലെങ്കിൽ ദഹിക്കാൻ സമയമെടുക്കുന്നതാണ്. എന്നാൽ ഈ ഒരു റെസിപ്പി മാത്രം കുടിച്ചുകൊണ്ട് ശരീരത്തിലെ കലോറി കുറയ്ക്കാനും വയറിലെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പിലും കുറവ് ചെറുപയർ പരിപ്പ് എടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ചെറുപയർ പരിപ്പ് എപ്പോഴും വയറ് ഫുള്ളായിരിക്കാൻ സഹായിക്കുകയും പ്രോട്ടീൻ നിറഞ്ഞതുകൂടിയാണ്. ഇനി ഇതൊന്ന് പൊതിർന്നു വരാൻ വേണ്ടി ഒരു 20 മിനിറ്റ് നമുക്ക് വെള്ളമൊഴിച്ച് മാറ്റിവെക്കാം. സൂപ്പിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ലൗക്കി അഥവാ ചൊരുക്ക എന്നത് നമ്മളെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഒന്ന് കമന്റ് ബോക്സിൽ പറയാട്ടോ. ഇതൊന്ന് നമുക്ക് തോല് കളഞ്ഞ് മുറിച്ചെടുക്കാം. ചൊരുക്കയിൽ 90% വെള്ളവും ഫൈബർ കണ്ടന്റുമാണ്. അറിയാത്തവർക്കായി പറയുന്നതാണ്. ഇതിന്റെ കുരു കളഞ്ഞു വേണം ഉപയോഗിക്കാൻ. ഈ സൂപ്പ് ചോറിന് പകരം രാത്രി കഴിക്കുന്നതാണ് നല്ലത്. രാത്രി ലൈറ്റായ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫാറ്റ് ബേണിങ്ങിന് ഇത് ഡബിൾ ആക്കുകയും ചെയ്യും. വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് പെട്ടെന്ന് ഭക്ഷണം കുറയ്ക്കുക എന്നതാണ്. പക്ഷെ അതിന്റെ പകരം വരുന്നത് എന്താണ്? ക്ഷീണവും മുടി കൊഴിച്ചലും, കൂടാതെ മെറ്റബോളിസം സ്ലോ ആവുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന് പകരം ശരീരത്തിൽ ആവശ്യമായ ന്യൂട്രിയൻസ് അതേസമയം കലോറി കുറവുള്ള ഭക്ഷണവും കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി വേണ്ടതാണ് മുരിങ്ങക്കായ. അതൊരു ന്യൂട്രിയൻസിന്റെ കലവറ തന്നെയാണ്. ഇതിനു മുന്നേ മുരിങ്ങക്കായ ഉപയോഗിച്ച് മാത്രം ഞാനൊരു ഡീറ്റോക്സ് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഒരു കുക്കറിലേക്ക് മുറിച്ച് വെച്ച ചൊരുക്കയും മുരിങ്ങക്കായും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ളതാണ് മൂവന്ത കുരുമുളക്. 5-6 പീസ് മതിയാവും. ഒരു ഏലക്കായ കൂടി ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊതിർത്ത് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് പൊതിർത്ത വെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ചെറുപയർ പരിപ്പ് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻസ് നൽകാൻ ഒരുപാട് സഹായിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ഒരു വലിയ വെളുത്തുള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇത് ഗ്യാസ് പ്രോബ്ലം വരാതെ ഇരിക്കാൻ നന്നായി ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ മുരിങ്ങക്കായ ഉപയോഗിക്കുമ്പോൾ ഡൈജഷൻ പ്രോസസ്സിന് ഇത് നന്നായി ഹെൽപ്പ് ചെയ്യുകയും കൂടാതെ ഇത് കഴിക്കുന്നത് എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. നല്ലപോലെ പ്രഷർ പോയിട്ട് മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോയതിനു ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ സൂപ്പ് തയ്യാറാക്കുമ്പോൾ എണ്ണ ഉപയോഗിച്ച് വറക്കാനോ വറുത്തിടാനോ നിൽക്കരുത്. മിക്സിൻ്റെ ജാറിലോട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മളിൽ 90% ആളുകളും ആദ്യം ചെയ്യുന്നത് ഭക്ഷണം ഒഴിവാക്കി പട്ടിണി കിടക്കുക എന്നതാണ്. രാവിലെയും രാത്രിയും ഭക്ഷണം മാറ്റി നിർത്തി അവസാനം അൾസറും കടുത്ത ക്ഷീണവും മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈ സൂപ്പ് കുടിക്കുമ്പോൾ വയറ് നന്നായി നിറയാനും അതേസമയം ശരീരത്തിലെ അമിത കൊഴുപ്പ് ദിവസങ്ങൾക്കുള്ളിൽ ഉരുകിപ്പോകാനും സഹായിക്കും. ഞാൻ മുരിങ്ങക്കായ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ മുരിങ്ങക്കായ സൂപ്പ് ആക്കിയതുപോലെ അരിച്ചെടുക്കുന്നില്ല ഇതിന്. അതുപോലെ അരച്ച് തന്നെ കുടിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ തൊലി വരാതിരിക്കാനാണ് ഞാൻ മുരിങ്ങക്കായൻ്റെ അകത്തുള്ള പൾപ്പ് മാത്രം ഒന്ന് സ്പൂണിനെ കൊണ്ട് ചുരണ്ടിയിട്ട് കൊടുക്കുന്നത്. വേവിച്ചതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ തിക്കായി വേണം അരച്ചെടുക്കാൻ. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജീരകവും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകത്തിന് പകരം ഫ്ലാക്സ് സീഡ്സോ ചിയ സീഡ്സോ ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും കിട്ടും. ഈ സൂപ്പ് രാത്രി ചോറിന് പകരമായി കുടിക്കുന്നതാണ് നല്ലത്. കാരണം രാത്രി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ തന്നെ വെയിറ്റ് ലോസിന് ഇത് സഹായിക്കും. തുടർച്ചയായി 2 ആഴ്ച ഈ സൂപ്പ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ എനർജി ലെവൽ കൂടുന്നതും വെയിറ്റ് കുറയുന്നതും നിങ്ങൾക്ക് നേരിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. ഇതുപോലുള്ള വെയിറ്റ് ലോസ് റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു സൂപ്പർ വെയിറ്റ് ലോസ് ടിപ്പുമായി ഞാൻ വരാം. താങ്ക് യു സോ മച്ച്.